പിന്നെ ഈ പ്രാവശ്യം സെലിബ്രേഷനൊന്നും വേണ്ട, കേക്കൊന്നും വാങ്ങണ്ട, സദ്യ കഴിച്ചില്ലേ അങ്ങനെയെല്ലാം പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുട്ടിയുടെ പ്രതീക്ഷിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഡെക്കറേഷനെല്ലാം ഏകദേശം കഴിഞ്ഞു. അച്ഛൻ താങ്ക് യു, നന്ദി. ഹലോ, അപ്പം നമ്മൾ ഇന്ന് കുട്ടികളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ്. അത് നമ്മൾ കുറച്ച് സാധനം വാങ്ങാനുണ്ട്, കേക്കെല്ലാം വാങ്ങാനുണ്ട്. ആക്ച്വലി നമ്മൾ ഇന്നലെ സദ്യയിലാക്കി. പിന്നെ നമ്മൾ കുട്ടികളോട് പറഞ്ഞില്ല, പിന്നെ ഈ പ്രാവശ്യം സെലിബ്രേഷനൊന്നും വേണ്ട, കേക്കൊന്നും വാങ്ങണ്ട, സദ്യ കഴിച്ചില്ലേ അങ്ങനെയെല്ലാം പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുട്ടികളുടെ പ്രതീക്ഷിക്കും. അത് പിന്നെ എപ്പോഴും ഉള്ളതുകൊണ്ട് പ്രതീക്ഷിക്കല്ലോ. നമ്മളിന്ന് കുട്ടികളുടെ ഓഫീസിൽ പോയിട്ടുള്ള ഉച്ചയ്ക്ക് വരുമ്പോൾ രാത്രി 11 മണിയാവും. പിന്നെ കുട്ടികളുടെ 2 ബർത്ത്ഡേ ഉണ്ട്. 30-ാം തീയതിയുണ്ട്, ഒക്ടോബർ 1-ാം തീയതിയുണ്ട്. സർട്ടിഫിക്കറ്റിലെല്ലാം 1-ാം തീയതി, ആക്ച്വൽ ബർത്ത്ഡേ 30-ാം തീയതി അങ്ങനെയൊക്കെയാണോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളും, ഓൾറെഡി വലിയ ഡെക്കറേഷനൊന്നും ഇല്ല, എന്നാലും കേക്കും അങ്ങനത്തെ ഒക്കെ വാങ്ങണം. പിന്നെ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അച്ഛനമ്മയും ഞാനും. അതുകൊണ്ട് നമ്മൾ നടക്കുന്നതാണ്. ഇനിയിപ്പം സാധനം വാങ്ങുന്നതും കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്നലത്തെ സദ്യ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് എടുക്കാൻ മതിയല്ലോ. സദ്യ കഴിക്കുന്നതൊക്കെ വീഡിയോ ഉണ്ട്, അത് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഷോപ്പിംഗ് വീഡിയോയിലേക്ക് വരാം. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം. സെപ്റ്റംബർ 29-ാം തീയതി, അതായത് സൺഡേ ആണ് നമ്മൾ കുട്ടാറിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ സദ്യ ഉണ്ടാക്കിയത്. കാരണം മൺഡേ കുട്ടാറിന് ഓഫീസിൽ പോകണം, ഉച്ചയ്ക്ക് 1 മണിക്കാണ് പോകേണ്ടത്. അപ്പോൾ പിന്നെ സദ്യ ഒന്നും ഉണ്ടാക്കി കഴിച്ച് പോകാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സദ്യ സൺഡേ ആക്കാം, പിന്നെ നമുക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ മൺഡേ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതും നില വെക്കുന്നില്ല, ഇരിക്കുമായിരിക്കും. അപ്പോൾ സദ്യക്ക് നമ്മൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പപ്പടം ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, ഓലൻ ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, അച്ചാർ, പിന്നെ തോരൻ, അതുപോലെ പച്ചടി, അവിയൽ, ചോറും, പിന്നെ പായസമാണ് ഉണ്ടാക്കിയത്, പാലട. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇന്ന് പായസം വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാനധികം അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ പപ്പടവും പഴമൊക്കെ കുഴച്ചിട്ട് പായസം കുടിക്കുന്നതല്ലാണ്ട് ഞാൻ കുടിക്കാറില്ല. പക്ഷേ ഈ പായസം ഞാൻ അല്ലാണ്ടും കുടിച്ചു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ ദിവസമായി സദ്യ ആക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. സാധാരണ നമ്മൾ ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ സമയത്തോ എല്ലാം നമ്മൾ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ അധികം ഐറ്റംസ് ഇല്ലെങ്കിലും പറ്റുന്ന ഇത്ര തന്നെ ഐറ്റംസൊക്കെ ആക്കിയിട്ട് നമ്മൾ സദ്യ ആക്കാറുണ്ട്. പിന്നെ ഇന്ന് അച്ഛനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ വിചാരിച്ചു എന്തായാലും കുട്ടാൻ്റെ ബർത്ത്ഡേയിൽ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇലയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഒക്കെ ആക്കിയത്, ഇവിടെ നിന്ന് എല്ലാം കിട്ടാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളെ നാട്ടിലങ്ങനെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ പിറന്നാളിന് നാളിനൊന്നും അങ്ങനെ സദ്യ ആക്കുമല്ലോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, തെക്കോട്ടുള്ളവരൊക്കെ അങ്ങനെ സദ്യ ആക്കും നാളിന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളല്ലാണ്ട് തന്നെ പ്രോപ്പർ സദ്യ ആക്കുന്നത് ഭയങ്കര റെയറാണ്. ഇത് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ റെയറായിട്ടാണ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം കൂട്ടിയിട്ടുള്ള സദ്യയെല്ലാം കിട്ടുമല്ലോ. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്നാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കണ്ണൂർ ഭാഗത്തിലെ കല്യാണത്തിനൊന്നും അങ്ങനെ ആർഭാടമില്ല. അപ്പോൾ ഇത് ആദൂസിനെ നമ്മൾ ഇലയിട്ടിട്ട് ചോറ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചോറ് കൊടുത്തിട്ട് അവിടെ ഇരുത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവൻ കരച്ചിലായിരിക്കും. പക്ഷെ അവന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവൻ വേഗം പെറുക്കി തിന്നും. പക്ഷെ അവന് തിന്നേണ്ട സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ജസ്റ്റ് 2-3 കറികളൊക്കെ കൊടുത്തിട്ട് ചോറ് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസൊക്കെ. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, അടിപൊളിയായി. എന്തായാലും ഇന്ന് വലിയ ചൂടില്ല അല്ലേ? അല്ലെങ്കിൽ ഈ സമയത്തെല്ലാം നല്ല ചൂടായിരിക്കും. ഇന്ന് കുറച്ചൊരു സുഖമുള്ളൊരു കാലാവസ്ഥ അല്ലേ? അത് പിന്നെ പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ
മിണ്ടാട്ടം ഉണ്ടാവില്ല. മിണ്ടലും ഉണ്ടാവില്ല, അധികം ഉണ്ടാവില്ല. നമ്മളിപ്പം നമ്മളെ ബ്രിഡ്ജിൻ്റെ മേലോട്ട് നടക്കലാണ്. സമ്മാനക്ക് വീഡിയോ എടുക്കാൻ മറന്നു. സാധനം വാങ്ങാൻ കയറുമ്പോൾ ഒരു LED വേണേനും, വൈറ്റ് LED. കുറേ കടയിൽ കയറി ഇറങ്ങി. ഇവിടെ മൊത്തം ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന പച്ച മഞ്ഞ നീല ചുവപ്പ് ലൈറ്റേ ഉള്ളൂ. വാമ അവിടെ ഇല്ലായിരുന്നു. അവസാനം ഒരു കടയിൽ നിന്ന് കിട്ടി. ഉണ്ടാവും, നമ്മൾ കയറിയ കടയിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് വാങ്ങി നമ്മളിങ്ങനെ ബ്രിഡ്ജിൻ്റെ മേലോട്ട് നടക്കണം. ഇവിടെ ഫുള്ള് പുതിയ ബ്രിഡ്ജ് വന്നു. ഇവിടെ പണിയൊക്കെ നടക്കുന്നത് നമ്മൾ അറിയാൻ പോലുമില്ല. കാരണം ഇന്ന് കണ്ടെടുത്തായിരിക്കും നാളെ പെട്ടെന്ന് പില്ലർ വന്നു, ബ്രിഡ്ജ് വന്നു, എല്ലാം സെറ്റപ്പ്. നമ്മുടെ നാട്ടിലൊരു പാലം എടുത്തിട്ട് ഇതാക്കണ്ടെങ്കിൽ തന്നെ എത്ര ദിവസം എത്ര കാലെടുക്കും. പക്ഷെ അതെല്ലാം അടിപൊളിയാ. അച്ഛനും വരുന്നുണ്ട്. ആ മല ഉണ്ട്, അതിൻ്റെ ബാക്കിലാണ് ബാക്കിൽ അപ്പുറത്തെ സൈഡിലാണ് വണ്ടല്ലൂർ സൂ ഉണ്ട്. ഇത് നടുക്കൂട്ട് കാണുന്ന അടിപൊളിയാണ്. കുറേ ആൾക്കാർ വരും രാത്രിയാകുമ്പോൾ. ഞാൻ ഒരിക്കൽ ഷോർട്ട്സോ വീഡിയോ എന്തോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഇഷ്ടം പോലെ ആളുണ്ടാവും ഇതിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് നടക്കാനൊക്കെ. അടിപൊളി. നമ്മളങ്ങനെ ടൗണിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ ഒരു അമ്പലമുണ്ട്. ഞാൻ അധികം വീഡിയോയിൽ കാണിക്കുന്നതാണ്. പെരിങ്ങൽത്തൂരിൻ്റെ കുറച്ച് വലിയ അമ്പലമാണ്. അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുളിക്കാത്തതുകൊണ്ട് പിന്നെ അകത്തേക്ക് കയറിയില്ല. നേരത്തെ തന്നെ ഇറങ്ങിയതാണല്ലോ. അപ്പം നമ്മൾ പുറത്ത് നിന്നിട്ട് കാണുന്നതാണ് ഉള്ളിലേത്തത്. അപ്പം എന്തോ ഈ തേരൊക്കെ എടുത്തിട്ട് വിഗ്രഹമൊക്കെ കൊണ്ട് അതിങ്ങനെ വലം വെക്കുന്നതൊക്കെ ആണ് കണ്ടത്. എന്താണെന്ന് ശരിക്കും അറിയില്ല. പിന്നെ അവിടെ കുറേ കൊട്ടും മേളവും വാദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം കണ്ടു നിന്നു. അതിനുശേഷം നമ്മൾ കേക്ക് വാങ്ങാൻ പോയി. കേക്ക് വാങ്ങാൻ വന്നിട്ടുള്ള ഗൈസ്, കുട്ടാൻ്റെ ബർത്ത്ഡേ കേക്ക്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ വന്ന സ്ഥലത്ത് നമ്മൾ കേക്ക് വാങ്ങാൻ വന്നിട്ടില്ല. അപ്പം ഞാനതിൻ്റെ മുകളിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. പക്ഷേ ഇന്ന് കുറേ വെറൈറ്റി കേക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് ലിമിറ്റഡേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തായാലും അടിപൊളി കേക്കാണ് ഇവിടുത്തെ. പിന്നെ ഇവിടെ ബട്ട കുക്കീസ്, അതുപോലെ തന്നെ ബ്രെഡ് സാധനങ്ങൾ, അല്ലാണ്ട് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ്, ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് വാങ്ങിയിട്ട് ബാഗ് ഇറങ്ങി. ഇനി പോയിട്ട് വേണം നമുക്ക് ഡെക്കറേഷൻ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കേക്ക് സെറ്റായിട്ടുണ്ട്. നമ്മുടെ കേക്ക് വാങ്ങി ഗൈസ് പുറത്തേക്ക് പോകുന്നതാണ്. അച്ഛനും അമ്മയും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കാണുന്നില്ലല്ലോ. പുറത്തുനിന്ന് വന്നതിന് ശേഷം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. കേക്കൊക്കെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വേഗം ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പം ഹാപ്പി ബർത്ത്ഡേൻ്റെ ബാഡ്ജ് ഞാൻ ആദ്യമേ തൂക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോം ഡെക്കോറിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമേ പ്ലേസ് ചെയ്ത ആ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് സെറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചത് ബർത്ത്ഡേൻ്റെ. കാരണം അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച LED ലൈറ്റ്, വാം ലൈറ്റ്. അപ്പോൾ ഇത് ഞാൻ കുറേ ആയി വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈറ്റൊക്കെ അടിപൊളിയാണ്. അപ്പം ഞാനതൊക്കെ അഴിച്ച് വെക്കുന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കഴിയണം. അച്ഛനും കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി. കാരണം അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്, സെറ്റാക്കാനും പരിപാടിയൊക്കെ. അപ്പോൾ അച്ഛൻ വരുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ കെട്ടൊക്കെ അയച്ചു വെക്കുന്നതാണ്. ഇത് ഞാൻ പെർമനൻ്റ്ലി അവിടെ പ്ലേസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ബർത്ത്ഡേയും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ദിവസം ഉറങ്ങുന്നതാണ്. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ കുറച്ചങ്ങ് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അച്ഛനുള്ളതുകൊണ്ട് ഒരു ധൈര്യം. അപ്പോൾ അച്ഛൻ വന്നതിന് ശേഷം ഞാൻ മെല്ലെ കാര്യങ്ങളൊക്കെ അച്ഛന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഈ ലൈറ്റൊക്കെ ഒന്ന് എങ്ങനെയാണ് വെച്ച് കൊടുക്കണമെന്നൊക്കെ ജസ്റ്റ് അച്ഛന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം അച്ഛൻ വന്നപ്പോൾ നേരെ അച്ഛന് കൊടുത്തു. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ദിവസം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒട്ടിക്കേണ്ട ടാപ്പൊക്കെ എടുത്ത് അച്ഛന് കൊടുക്കലാണ്. ബാക്കി അച്ഛനിങ്ങനെ അച്ഛൻ്റെ രീതിയിൽ സെറ്റാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി ആ പരിപാടിയൊക്കെ വേഗം കഴിച്ച് വെക്കുന്നത്. അമ്മ പിന്നെ കിച്ചണിലുള്ളത് ഫുഡിൻ്റെ പരിപാടിയൊക്കെ, ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയിട്ടേ ഇല്ല സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട്. അപ്പോഴത്തെ ദാതും എണ്ണിച്ച് ഞാൻ വേഗം ഓടിപ്പോയി അവനെ എടുത്തിട്ട് വന്നു. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ അങ്ങനെ അവൻ എഴുന്നേറ്റ് വന്നതിന് ശേഷം പിന്നെ അച്ഛൻ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഓക്കെ ആക്കുന്നുണ്ട്. ബലൂണൊക്കെ അങ്ങനെ നമ്മൾ മിനിമലായിട്ടുള്ള സാധനങ്ങളെ വെച്ചിട്ടുള്ളൂ. പക്ഷേ കാണുമ്പോൾ കുറച്ച് ആർഭാടായി പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ബലൂണൊക്കെ കെട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ സെറ്റിങ്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആടിൻ്റെ ബർത്ത്ഡേ ആണോ?
അപ്പോൾ ഇതാ നമ്മളെ ഡെക്കറേഷനെല്ലാം ഏകദേശം കഴിഞ്ഞു. ഓൾറെഡി അതിൻ്റെ മേലെ ഉള്ളതിന് കുറച്ച് മോഡിഫൈ ചെയ്തേ ഉള്ളൂ. പിന്നെ അച്ഛനുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഹെൽപ്പായി. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ചെറിയ ടേബിളിൽ ചെറിയൊരു ക്യാൻഡിൽസും കാര്യങ്ങളെല്ലാം വെക്കാറുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്തൊരു കുഞ്ഞ് ഡെക്കറേഷൻ. അത് കുറേ ഞാൻ പറഞ്ഞില്ല വാം ലൈറ്റിൻ്റെ LED വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. അപ്പം അതിന്ന് വാങ്ങിയതുകൊണ്ട് കുറച്ച് ആർഭാടമായി, ഇച്ചിരി ആർഭാടമായി പോയി. എന്നാലും പിന്നെ ഓൾറെഡി ആ ഹോമും ആ ലീഫെല്ലാം അവിടെ ഉള്ളതാണ്. പിന്നെ അത് കളഞ്ഞിട്ട് അവിടെ ആക്കണ്ട. പിന്നെ റൂമിലെല്ലാം സെറ്റാക്കണം. റൂമിലെ ലൈറ്റ് കുറവാണ്. അപ്പം ഞാൻ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇപ്പുറത്തെ റിംഗ് ലൈറ്റും കൂടി ഇനി ഇടണം. റിംഗ് ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഞാൻ ജസ്റ്റ് റിംഗ് ലൈറ്റ് ഇട്ട് നോക്കട്ടെ. ഓക്കെ, റിംഗ് ലൈറ്റ് വന്നപ്പോൾ ഇങ്ങനെയാണ്. വലിയ വ്യത്യാസം ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ഡെക്കറേഷൻ. ഈ ചാർജർ ഇവിടെ നിർത്തി മാറ്റും. ഈ വാമാണോ കൊള്ളുന്നത്, വൈറ്റാണോ രസം എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഐ തിങ്ക് വാമാണെന്ന് തോന്നുന്നു. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വാമിട്ട് നോക്കിയാൽ ഫുള്ളൊരു വാം എഫക്റ്റ് ആയില്ലേ. യാ, ഇതാണ് തോന്നുന്നു ബെറ്റർ. ഓക്കെ, നൈസ്. ഇതാണ് തോന്നുന്നു നല്ലത് എന്നാണ് എൻ്റെ ഒരിത്. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒച്ച കുറച്ച് ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു. ഒത്തിരി നമ്മൾ അരമണിക്കൂറായി ചൂടും കൊണ്ട് നിൽക്കുന്നേ. ചെക്കൻ ഇത്താറ സമയം നിന്ന് ഉറങ്ങാണ്ട് ഉച്ച മുതൽ ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്. ബേക്കട്ടി അതന്നെ, അതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. അതെന്നെ ഉദ്ദേശിച്ചത്. ഓക്കെ. സെലിബ്രേഷനെ കുറിച്ചിട്ടൊരു 2 വാക്ക്. അച്ഛനും അമ്മക്കും എൻ്റെ വീട്ടിൻ്റെ പേരിലും എൻ്റെ ചെക്കന് കൊടുത്തില്ല, എൻ്റെ ചെക്കൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നന്ദി. ഉള്ളിവട നിങ്ങൾ ബർത്ത്ഡേ അന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഫുഡ് തരണത്. നിങ്ങളെപ്പോഴും ഉള്ളിവട ആക്കിത്താന്ന് പറയില്ല. അവിടെ ഉള്ളിവട അനക്കറിയാം, ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇടി എടുത്ത് എന്നോട് മറന്നുപോയി. ഞാനിപ്പോൾ കണ്ടോണ്ട് ഓർമ്മ അത്. ഓസം. അങ്ങനെ വെടിക്കെട്ട പരിപാടി കഴിഞ്ഞ് എനിക്ക് ചോറ് നമ്പുവാണ് ഗൈസ്. അമ്മ ചോറ് വിളമ്പുന്നു. എൻ്റെ മോൻ എണീക്കുന്നതിന് മുമ്പ് എവിടെ ഒരു കേക്ക് നട്ട മര്യാദക്ക് ഒരു കഷ്ണം കേക്ക് തിന്നാലോ.
ആദ്യമോൻ ഉറങ്ങുന്നതിന്, അതുകൊണ്ട് രണ്ടാമത്തെ കേക്ക് വന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അച്ചേവടാ, ഹാപ്പി ബർത്ത്ഡേ. Ada.